എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രോക്ക് എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്ട്രോക്ക് വന്ന് അനേകർ പ്രയാസപ്പെടുന്ന ഒരു സൈഡ് കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ രണ്ട് കാല് കുഴഞ്ഞു പോവുക, ഒരു കൈയും കാലും കുഴഞ്ഞു പോവുക, നാക്ക് കുഴഞ്ഞു പോവുക, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം 40 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് പേരിൽ സ്ട്രോക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് നാം കാണുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നടക്കുന്ന അനേകരും ഒരു സുപ്രഭാതത്തിൽ സ്ട്രോക്ക് വന്ന് ബെഡ് റിഡനായി പോകുന്നു, അല്ലെങ്കിൽ വീൽ ചെയറിലേക്ക് അവരുടെ ജീവിതം പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന് വാസ്തവത്തിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലായിടത്തും കൊണ്ടുപോയി ചെയ്യുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന് വാസ്തവത്തിൽ എന്താണ് ശരിക്കും ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രി ഹോസ്പിറ്റലൈസ് ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷം പറയും, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് വിടും. നമ്മളാണെങ്കിൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി കണക്ട് ചെയ്യുന്നു. അവർ വന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ അവർ ഫിസിയോതെറാപ്പി ചെയ്യുന്നു. ഇതൊരു റൊട്ടീൻ പോലെ പോകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് സ്ട്രോക്ക്? ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതോ കാരണത്താൽ സംഭവിച്ച ഒരു ഇൻസിഡൻ്റാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും സംഭവിക്കുന്ന ആ വ്യക്തിയുടെ തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത്, രക്തക്കുഴലിൽ പൊട്ടിയിട്ട് അവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നത് മൂലമാണ് ആ വ്യക്തിക്ക് സ്ട്രോക്ക് സംഭവിക്കുന്നത്. അപ്പം തലച്ചോറിൽ ബുദ്ധിമുട്ട് സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു ആഘാതം ഉണ്ടായപ്പോൾ ആ വ്യക്തിയുടെ ഒരു സൈഡ് തളർന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു സൈഡ് കുഴഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മൊത്തം ശരീരം കുഴഞ്ഞു പോകുന്നു. ഇതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ വ്യക്തിയുടെ കൈക്കോ കാലിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തിക്ക് പ്രശ്നമുണ്ടായത് ആ വ്യക്തിയുടെ തലയ്ക്കാണ്, അല്ലെങ്കിൽ തലച്ചോറിലാണ് ബ്ലീഡിങ് ഉണ്ടായത്. അതിൻ്റെ ആഘാതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റാണ് കൈക്കും കാലിലേക്കും സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സിഗ്നൽ, കൺട്രോളിൽ നിന്ന് സിഗ്നൽ വരാത്തത് കൊണ്ടാണ് ഈ വ്യക്തിയുടെ കൈക്കും കാലിനും മൂവ്മെൻറ്റ്സ് കിട്ടാത്തത്. സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സ്ട്രോക്ക് സംഭവിച്ചത് തലയ്ക്കാണ്. എന്നാൽ നമ്മൾ ഈ സ്ട്രോക്ക് സംഭവിച്ച രോഗിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആ രോഗിക്ക് കൈക്കും കാലിനുമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എക്സാമ്പിൾ, നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നു, ഫിസിയോതെറാപ്പി വന്നിട്ട് അവരുടെ കൈക്കും കാലിനും മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം മണിക്കൂർ കണക്കിന് കൊടുക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ആ രോഗിയുടെ കൈക്കോ കാലിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആ വ്യക്തിയുടെ ബുദ്ധിമുട്ട് വന്നത് തലയ്ക്കാണ്. തലച്ചോറിൽ ബ്ലീഡിങ് വന്നതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൈക്കും കാലിനും പ്രയാസം വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ വാസ്തവത്തിൽ എവിടെയാണ് ഈ വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് തലയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളെല്ലാം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ശീലം എന്ന് പറയുന്നത്, സ്ട്രോക്ക് വന്ന ഒരു രോഗിയാണെങ്കിൽ ആ രോഗിയെ ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ചില രോഗികൾ 10 ദിവസം അല്ലെങ്കിൽ 30 ഡേയ്സ് 40 ഡേയ്സ് 60 ഡേയ്സിലൊക്കെ റിക്കവറായി വരുന്നുണ്ട്. ചില രോഗികൾ റിക്കവർ ആകുന്നുണ്ട്, ചില രോഗികൾ റിക്കവർ ആകാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ റിക്കവറി എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ ഒരു ഓട്ടോ റിക്കവറി സിസ്റ്റം ഉണ്ട്. നമ്മുടെ ശരീരം തന്നെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായാൽ അതിനെ റിക്കവർ ചെയ്യും. ഉദാഹരണം, നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടായാലും, ദേഹത്തൊരു മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം തന്നെ അത് ഹീലാക്കും, ഉണക്കും. നമ്മളിപ്പം TT അടിച്ചില്ലെങ്കിലും, നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചില്ലെങ്കിലും, നമ്മൾ മുറിവിന് അത് വേണ്ടത്ര കെയർ ചെയ്തില്ലെങ്കിലും ആ മുറിവ് ഉണങ്ങും. അത് ഉണങ്ങുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ ശരീരം അത് ഉണക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ ഒരു ആഘാതം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ അതിനെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനുണ്ട്. നമ്മുടെ ശരീരം അത് ചെയ്യും. പക്ഷേ അതിനൊരു ടൈം പീരീഡ് വരും, അല്ലെങ്കിൽ ഒരു സമയമെടുക്കും, ഒരു സമയപരിധി എടുക്കും അത് റിക്കവർ ആകാനായിട്ട്. ചിലരിൽ അതിൻ്റെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്ത്, ആ സംഭവിച്ച ഇൻസിഡൻറ്റ് സംഭവിച്ചതിൻ്റെ പൊസിഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് അത് ഒരു പക്ഷേ പെട്ടെന്ന് റിക്കവർ ആകും. അങ്ങനെയുള്ള ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ വിത്തിൻ 30 ഡേയ്സിൽ തന്നെ അവർ റിക്കവർ ആയിട്ട് വരും.
ചിലർ 3 മന്ത്സിനുള്ളിൽ തന്നെ റിക്കവർ ആവും. അത് ഡിപ്പെൻഡ്സ്. ആ ആഘാതം സംഭവിച്ച ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആഘാതം സംഭവിച്ചതിൻ്റെ സിവിയറിറ്റി ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ റിക്കവറി ഇരിക്കും. അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏജ് ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആവും. ആരോഗ്യമുള്ള ശരീരം അല്ലെങ്കിൽ ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എന്നാൽ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഫിസിയോതെറാപ്പിയിലേക്ക് കിട്ടുന്നു. കാരണം ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് ഈ രോഗി റിക്കവർ ആയി എന്നുള്ള ഒരു ഫീൽ വരുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ വ്യക്തിയെ ഫിസിയോതെറാപ്പി ചെയ്തതുകൊണ്ടാണ് ആ വ്യക്തി എഴുന്നേറ്റ് റിക്കവറായി വന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ വ്യക്തിയുടെ കയ്യിലോ കാലിലോ എക്സസൈസോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആക്ടിവിറ്റീസ് കൊടുത്തത് കൊണ്ടല്ല ആ രോഗി റിക്കവറായത്. ആ രോഗിയുടെ തലയിലായിരുന്നു കംപ്ലൈൻറ്റ്. ആ രോഗിയുടെ തലയിൽ ഓട്ടോ റിക്കവറി സംഭവിച്ചപ്പോഴാണ് ഇവിടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വന്നത് എന്ന് വിചാരിച്ച് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. നമ്മുടെ നാട്ടിലെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്ന ഒരു രോഗിയെ ഫിസിയോതെറാപ്പി ചെയ്ത് റിക്കവർ ചെയ്തെടുക്കണമെന്നാണ്. അത് തെറ്റാണ്. ആ റിക്കവറി വരുന്നത് ഫിസിയോതെറാപ്പി ചെയ്തല്ല റിക്കവറി വരുന്നത്. ആ വ്യക്തിയുടെ തലച്ചോറിലെ കംപ്ലൈൻറ്റ് ഓട്ടോ ഹീലിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവർ ആകുന്നു. പിന്നെ ഫിസിയോതെറാപ്പി വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം, തീർച്ചയായിട്ടും വേണം. നമ്മുടെ ഒരു ജോയിൻസോ അല്ലെങ്കിൽ കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് നമ്മുടെ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറയും, അവിടുത്തെ മസിൽസിന് വേസ്റ്റിംഗ് സംഭവിക്കും, ഇതെല്ലാം ഉണ്ടാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു നോർമൽ മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്. ആ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ആവശ്യമാണ്. അത് ആ ഒരു പർപ്പസിനായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ഈ വ്യക്തി എഴുന്നേറ്റ് വരണം എന്ന് ചിന്തിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് റോങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ തലയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഫിസിയോതെറാപ്പി ഈ വ്യക്തിയുടെ മസിൽസിന് ശോഷിച്ച് പോകാതിരിക്കാനും മസിൽ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ബേസിക് എക്സസൈസിന് വേണ്ടിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ആകാം. പക്ഷേ ഈ വ്യക്തിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് തലയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രോക്ക് വന്ന രോഗി നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ റിലേറ്റീവ് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് നിങ്ങളുടെ തലയ്ക്കാണ്. നിങ്ങളുടെ തലച്ചോറിലാണ് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അതിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കണം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടോ റിക്കവറി ഫാസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അതിന് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ ബോഡി ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യണം, ടോക്സിൻസ് ഫ്രീ ആക്കണം. നമ്മുടെ ശരീരത്തെ ഫസ്റ്റ് പ്യൂരിഫൈ ചെയ്യണം. ഈ പ്യൂരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആകുകയുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മുടെ മെഡിക്കേഷൻ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബോഡി പൂർണ്ണമായും ടോക്സിക് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ പ്യൂരിഫൈ ചെയ്യണം. അത് രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാം. എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി നമുക്ക് പ്യൂരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പ്യൂരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയി വരികയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹൈഡ്രജൻ തെറാപ്പി യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോർമലി നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രജൻ ലഭിക്കുന്നുണ്ട്. ആ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന വായുവിൽ നിന്നും അതേപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും ഹൈഡ്രജൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കിത് ലഭിക്കുന്നത് പ്യൂരിഫൈഡ് ഫോമിലല്ല ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഇത് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് ഹൈഡ്രജൻ റിച്ച് ആയിട്ടുള്ള വാട്ടറോ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിച്ച് ആയിട്ടുള്ള ഇൻഹലേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയെ റിച്ച് ഹൈഡ്രജനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ റിച്ച് ഹൈഡ്രജൻ വരുമ്പോൾ നമ്മുടെ ശരീരം മോർ സ്ട്രോങ് ആവും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒത്തിരി മടങ്ങ് മൾട്ടിപ്ലൈ ആവും, നമ്മുടെ സ്ട്രെങ്തനാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹീലിംഗ് പ്രോസസ്സ് വളരെ വേഗത്തിൽ നടക്കാനായിട്ട് സാധിക്കും. ഇതിന് നമുക്ക് ഒരുപാട് ടെക്നോളജീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആ ടെക്നോളജീസ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രജൻ ഇൻഹലേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റ്സുകൾ.
ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലെ ശിരോധാര, ശിരോവസ്തി, ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിലൂടെ മിറക്കിളായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് നമ്മുടെ തലച്ചോറിൻ്റെ മൂവ്മെൻറ്റ്സ്, ന്യൂറോൺസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അത് ബാലൻസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ആയുർവേദത്തിലുള്ളത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ സിഗ്നൽസ് കറക്ഷനാവും. സിഗ്നൽസിൻ്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഈവൻ സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഇങ്ങനെയുള്ള എന്ത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ പ്രോബ്ലംസ് മൂലം ഉണ്ടാകുന്ന ന്യൂറോൺസിൻ്റെ ട്രാൻസ്മിഷനിൽ വന്ന ഡിസോർഡേഴ്സ് കറക്ഷൻ ചെയ്ത് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താണ് ഒരു സ്ട്രോക്ക് വന്ന രോഗിയെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്ന ഒരു രോഗിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കാരണവശാലും അതല്ല ചെയ്യേണ്ടത്. മറിച്ച് ആ വ്യക്തിക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. ആ വ്യക്തിക്ക് തലച്ചോറിലാണ് കംപ്ലയിൻറ്റ്, ആ വ്യക്തിക്ക് തലച്ചോറിനുള്ള ട്രീറ്റ്മെൻറ്റ്, തലച്ചോറിലെ ബ്ലീഡിങ് മൂലം ഉണ്ടായ ആ പ്രോബ്ലം കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബോഡി പ്യൂരിഫിക്കേഷൻ ചെയ്യണം. ബോഡി പ്യൂരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആകുകയുള്ളൂ. ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പ്രതിരോധ ശേഷി, ഹീലിംഗ് കപ്പാസിറ്റി ലഭിക്കുകയുള്ളൂ. സെക്കൻഡായിട്ട് നമ്മൾ പറഞ്ഞു, ഹൈഡ്രജൻ റിച്ച് ആയിട്ടുള്ള അവരുടെ ബോഡിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നമുക്ക് ഹൈഡ്രജൻ റിച്ച് വാട്ടർ അവൈലബിൾ ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ഇൻഹേലേഷൻ പ്രൊസീജിയർ അവൈലബിൾ ആണ്. അത് നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രജൻ റിച്ച് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡായിട്ട് ഞാൻ പറഞ്ഞു, ആയുർവേദത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ തലച്ചോറിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സിലൂടെ വളരെ നല്ല നിലയിൽ നമുക്ക് സ്ട്രോക്ക് എന്ന പ്രശ്നത്തെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരെങ്കിലും ഈ പ്രോബ്ലമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. താങ്ക് യു.